പ്രണയമുണ്ടോ പ്രണയമില്ലേ എന്നുള്ളത് എനിക്ക് പറയാൻ താല്പര്യമില്ല, എനിക്ക് ക്ലാരിറ്റി ഇല്ല. പ്രണയമല്ല എന്നുള്ളത് പലതവണ ഞാൻ അതിന്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഞാൻ ഗബ്രീനൊക്കെ പേഴ്സണൽ അറിയാൻ ചോദിച്ചാണ്. അവൻ പറഞ്ഞു അവൻ ആക്ച്വലി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവൻ പറഞ്ഞത് ഉണ്ടായിരുന്നു എന്നുള്ളത്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഭാര്യയാണെന്ന് പറഞ്ഞതോ? കസിനും കൂടിയല്ല, പിന്നെ എങ്ങനെയാണ് ഭാര്യയാണത്? ഞാൻ ജസ്റ്റ് ചോദിച്ചു, നിനക്ക് സത്യം നിനക്ക് ഇഷ്ടമല്ലായിരുന്നു? എനിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു എന്ന്. അതല്ല ഉദ്ദേശം. ചതിയൻ ചന്തു, ഞാൻ പറയണത് കാട്ടുന്നതൊക്കെ എല്ലാരോടും പോയി വിളമ്പി രസിക്കലല്ല പണി. ഈശ്വരനെ കൊല്ലുവോ? ഇല്ല, ഗബ്രി സുഹൃത്ത് എന്നല്ലേ പറഞ്ഞല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയോ? ശരിക്കും ഈ ക്ലാരിറ്റി കുറവാണോ കുറെ കൂടി സൈബർ അറ്റാക്കിന് കാരണമായി എന്ന് തോന്നുന്നുണ്ട് ഇവരുടെ കാര്യത്തില്. ഈയുടെ പഞ്ചാര വാക്കും മന്ത്രവും കണ്ട് പറ്റിപ്പോയൊരബദ്ധം. നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. അവരിപ്പോ പുറത്ത് ഒരുമിച്ചുണ്ട്. അവരിപ്പോഴും ഒരു ക്ലാരിറ്റി തന്നിട്ടില്ല. അവർക്ക് ഒരുമിച്ച് ജീവിക്കണം, അവർക്ക് ബോയ് ഫ്രണ്ട് ആണോ ഗേൾ ഫ്രണ്ട് ആണോ? നീ ഉദ്ദേശിക്കുന്ന മാതിരി ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലടാ. വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം. ഓ, ഫ്രണ്ട്ഷിപ്പ് കൂടാൻ കോളേജ് സ്റ്റുഡൻസ് അല്ലേ? ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് ഇവിടെ ഇഷ്ടമാണ്. പിന്നെന്തിനാ എന്നെ ഈ പമ്പിൽ നിർത്തി അറിയിപ്പിക്കുന്നേ? അങ്ങ് കെട്ടിക്കൊണ്ട് പോകരുതോ? അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ അവനെ ഇവിടെ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല. അതെന്താണെന്നാ ഞാൻ എനിക്ക് വയ്യ. അത് തന്നെ. ചങ്ങനാശ്ശേരിയിൽ ഒരു അറിയപ്പെടുന്ന തറവാട്ടിലാണ് ഞാനും ഉണ്ടായത്, അതും കൊച്ചുമാനായിട്ട്. അങ്ങനെ ഒരു തറവാട്ടിലേക്ക് ഇതുപോലെ പെണ്ണിനെ വിളിച്ചോണ്ട് ഞാൻ ആ പട്ടി അഴിച്ചുവിടും അപ്പച്ചൻ. ഗബ്രിയുടെ കാര്യം കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഗബ്രി എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പൊ ഇതൊരു അറിയിപ്പായിട്ട് നിങ്ങൾ എടുക്കണം. കാരണം ഇതിലൂടെയൊക്കെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും, അല്ലാതെ അതേപോലെ കാർഡടിച്ച് വിതരണം ചെയ്യാനല്ല.